ഹായ് ഗായ്സ്, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഞങ്ങളൊരു ബസ്സിൽ കയറിയത്, ഞാനും എൻ്റെ ഫ്രണ്ടും. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുക. ഇന്ന് ചൊവ്വാഴ്ച ആയ കാരണം നമ്മൾ അന്തോണിയസ് പുണ്യാളൻ്റെ പള്ളിയിൽ പോന്നു. അതിവിടുന്ന് കുറച്ച് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ബസ്സിൽ പോകാനുള്ള ദൂരമുണ്ട്. നല്ലൊരു സീനറിയാണ് നമ്മുടെ ഇവിടെ തമിഴ്നാടിലാണ് നല്ല ഗ്രാമപ്രദേശങ്ങളും ഉണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇത് കേന്ദ്ര വിദ്യാലയ സ്കൂളാണ് ഇവിടുത്തെ. ഇവിടെ മുമ്പിൽ കണ്ടോ ബസ്സസ് എല്ലാം നിർത്തി വെച്ചിരിക്കുന്ന സ്കൂളിൻ്റെ ബസ്സെല്ലാം. ഇതേ നമ്മുടെ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേന് അതെ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫേമസ് ഒരു ഗണേശൻ്റെ ടെമ്പിൾ. അവിടുന്ന് കുറച്ച് നമ്മൾ നടക്കണം. ബസ്സിന് ഇറങ്ങി നമ്മളിവിടെ നടക്കുന്നു. നടന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു, അപ്പോൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്ന് പള്ളിയുടെ മുമ്പിൽ എത്തി. അവിടെ കുറേ പേരിങ്ങനെ ഈ പൂമാലയും ക്യാൻഡിൽസൊക്കെ വെക്കുന്ന സ്റ്റോൾസൊക്കെ കാണാം. നമ്മൾ ആ ഒരു ഗേറ്റിനകത്തിന് ഇപ്പോൾ അകത്ത് കടക്കാൻ പോകുന്നു. ഞാൻ കുറച്ച് മുമ്പിൽ നടന്നു. എൻ്റെ ഫ്രണ്ട് ഹർപ്രീത്ത് പറഞ്ഞ്, പുള്ളിക്കാരി ഒരു പഞ്ചാബിയാണ്, പുള്ളിക്കാരിയാണ് വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് പള്ളി മുറ്റം. ഞാൻ മുമ്പിൽ നടന്നു പോന്നു. ഇപ്പോഴത്തെ സൈഡിൽ കുറേ പള്ളി സംബന്ധിച്ച് അന്തോണിയസ് പുണ്യാളൻ്റെ കുറേ ബുക്സും ക്യാൻഡിൽസും ഒക്കെ വിൽക്കുന്ന സ്റ്റോളാണ് പള്ളിയുടെ വക. മുമ്പിൽ ഞാൻ നടക്കുന്നു. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ അവിടെ ഞാൻ നടന്നു പ്രാർത്ഥിക്കാൻ കയറുന്നു. ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചെറിയ കുരിശുപള്ളിയാണ്. പണ്ട് തൊട്ട് അവിടെ വന്ന് പള്ളിക്ക് വരുമ്പോഴത്തേക്കും துன்ப நேரங்களில் எப்போது நாம் இறைவனை கேட்கிறோமோ அப்போது நமக்கு வாழ்வு. அப்பதான் என்ன செய்யணும், நம்ம நீ சிந்திச்சுட்டு இருக்கோம்ல, ஆண்டவர் எத்துணை நல்லவர் என்று துன்ப நேரங்களிலே அமைதி காணும் பொருட்டு நான் இவற்றை உங்களிடம் சொன்னேன். உலகில் உங்களுக்கு துன்பங்கள் உண்டு, எனினும் துணிவுடன் இருங்கள், நான் உங்கள் மீது வைத்துக் கொண்டேன். இந்த உலகத்துல உங்களுக்கு துன்பம் உண்டு, ஆண்டவர் சுமையாக இருக்கின்றார் என்று சொல்லி இறைவனை எப்போது நாடி தெரிகின்றோமோ அப்போது நம்முடைய வாழ்வு வளமான வாழ்வாக அமைகிறது. எனவே அந்த இறைவனிடத்துல இப்போ உங்களுக்கு நிறைய துன்பங்களோடு வந்திருப்பீங்க, துயரங்களோடு வந்திருப்பீங்க. இன்னைக்கு வந்திருக்கின்றேன், என்னுடைய பெண்ணுக்கு மகனுக்கு ஒரு குழந்தை பாக்கியம் இல்லையே என்று சொல்லி வந்திருக்கின்றேன். நல்ல திருமணம் நடைபெற வேண்டும் என்று வந்திருக்கின்றேன். என்னுடைய தொழிலிலே நஷ்டம் ஏற்பட்டு வந்திருக்கின்றேன். കടൽ പ്രശ്നങ്ങളാൽ വന്നിരിക്കുന്നത്. നല്ല വീട് പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ മെഴുകുതിരി ക്യാൻഡിൽ കത്തിക്കാൻ പോവാണ്. ക്യാൻഡിൽ കത്തിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെയുള്ള ഫോട്ടോസാണ്. അന്തോണിയസ് പുണ്യാളനെ കുറിച്ചുള്ള ഫോട്ടോസാണ്. അപ്പോൾ അത് ഹർപ്രീത്ത് ക്യാമറയിലെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ മുമ്പോട്ട് നടന്ന് അവിടെ വേറൊരു സ്റ്റാച്യു ഉണ്ട് അന്തോണിയസിൻ്റെ. അവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുറച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ക്യാൻഡിൽ കത്തിക്കാൻ വേണ്ടി എല്ലാവരും കൊണ്ടുവരുന്ന ക്യാൻഡിലും പൂമാല അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ്. അവിടെ സൈഡിലൊരു സ്ഥലമുണ്ട്, ഞാനിപ്പോൾ കാണിക്കാം. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും, അപ്പോൾ കാണാം. സൈഡിൽ ഒരു സ്ഥലമുണ്ട് ക്യാൻഡിലൊക്കെ കത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഹർപ്രീത്ത് ഇതെല്ലാം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നു. ഫുൾ സെയിൻറ്റ് ആൻ്റണീനെ കുറിച്ചുള്ള കഥകളാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ക്യാൻഡിലും കൂടി സ്റ്റാച്യൂലൊന്ന് മുത്തിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോയി. അവിടെ സൈഡിലുള്ള സ്ഥലമാണ്. ഭയങ്കര കാറ്റായിരുന്നു അന്ന്. അപ്പോൾ കത്തിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു, കത്തനില്ലായിരുന്നു ക്യാൻഡിൽ. അവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഞാൻ ക്യാൻഡിൽ കത്തിക്കാൻ നോക്കി. ഈ സൈഡിലായിരുന്നു കാറ്റ്, അത് കാരണം
തന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിൽ പോയി. അവിടെ ഒരു അമ്മച്ചിയുടെ ക്യാൻഡിൽ നന്നായിട്ട് കത്തുന്ന കണ്ടപ്പോൾ ഞാനും ആ സൈഡിൽ പോയി കത്തിക്കാൻ തീരുമാനിച്ചത്. കുറച്ച് കത്തിയിട്ട് കുറച്ച് ഇതായപ്പോൾ അവിടെ മെഴുതിരി കത്തിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് വന്നു പള്ളിയുടെ. ഇതാണ് ഫുൾ പള്ളിയുടെ കോംപ്ലക്സ്. ഇതാണ് ഫ്രണ്ട് വ്യൂ, കാണാം നിങ്ങൾക്ക്. ഇതാണ് ഫ്രണ്ട് വ്യൂ. അതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശുപള്ളി. അപ്പോൾ ഇതാണ് പള്ളി. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ സൈഡിൽ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അൽപ്രീത്ത് കുറച്ച് ക്യാമറയിൽ പകർത്തുന്നു. ആൾക്കാർ കുറേ, ഞങ്ങൾക്ക് സമയമില്ലാത്ത ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയം ഞങ്ങൾ പോകുന്നത് വെളിയിലിറങ്ങി പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ ബസ് കയറാൻ വേണ്ടി. അപ്പോൾ അങ്ങോട്ട് നടന്നു പോന്നു. വെയിലായിരുന്നു, നട്ടുച്ചയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ കുട പിടിച്ചാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇത് ഞങ്ങളെ കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടേണ്ട സന്തോഷമാണ് മുഖത്ത്. താങ്ക് യു ഗൈസ്, ബൈ.